സ്കൂൾ തുറന്നിട്ട് 2-3 ദിവസമായി ചാപ്റ്ററുകളൊക്കെ ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അതേപോലെ നിങ്ങളോട് പ്ലസ് ടുവിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസുകളൊക്കെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പ്ലസ് വണ്ണിലെത്തതുപോലെ അല്ല, നമ്മൾക്കിവിടെ ലാബ് കൂടി ഉണ്ട്. അപ്പോൾ പ്ലസ് വണ്ണിൽ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതിനേക്കാളും കുറച്ചുകൂടി എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ട് പഠിക്കേണ്ടി വരും. നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കാരണം കുറച്ച് അധികം കോണ്ടന്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കുറച്ചുകൂടിയും അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ പ്ലസ് വണ്ണിന്റെ റിസൾട്ടും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയാവും ഞാൻ എത്രത്തോളം പഠിച്ചു, എനിക്ക് എത്രത്തോളം മാർക്ക് കിട്ടി, ഇനി എനിക്ക് എത്ര മാർക്ക് കിട്ടണം, ഇനി ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ആ കാര്യവും നിങ്ങൾക്ക് കൃത്യമായുള്ള ഒരു ധാരണ നെക്സ്റ്റ് വീക്കോട് കൂടി ആകും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പഠിക്കണം, പഠിച്ചാലേ മാർക്ക് കിട്ടും. ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ആക്ച്വലി ഇത്തവണത്തെ പ്ലസ് ടു നിങ്ങളുടെ സീനിയേഴ്സ് ബാച്ച്, ആ ബാച്ചിന്റെ റിസൾട്ട് വന്ന സമയത്ത് മാത്സിൽ മാത്രം കണ്ട ഒരു പ്രത്യേക ട്രെൻഡ് ഉണ്ട്. നമ്മൾ ടോട്ടൽ 3,72,423 കുട്ടികൾ എഴുതിയ പ്ലസ് ടു എക്സാമിൽ മാത്സിൽ A+ കിട്ടിയത് വെറും 32,141 കുട്ടികൾക്കാണ്. അതായത് 8.6% കുട്ടികൾക്ക് മാത്രമേ A+ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ 91.4% കുട്ടികൾക്കും മാത്സിൽ A+ ഇല്ല. ഓക്കെ, ആൻഡ് ഇതല്ല ട്രെൻഡ് എന്ന് ഞാൻ പറഞ്ഞത്, ഇതല്ല. മാത്സിൽ A+ കിട്ടിയ കുട്ടികളെക്കാളും കൂടുതൽ A ഗ്രേഡ് കിട്ടിയ കുട്ടികളായിരുന്നു. അതായത് മാത്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡ് A ഗ്രേഡാണ്. 40,637 കുട്ടികൾക്കാണ് മാത്സിൽ A ഗ്രേഡ് കിട്ടിയത്. 10.9% കുട്ടികൾക്കും എക്സാം എഴുതിയ 10.9% കുട്ടികൾക്കും കിട്ടിയ ഗ്രേഡ് A ഗ്രേഡാണ്. ഈ A ഗ്രേഡും A+ തമ്മിൽ, ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമല്ല, ഒരു 8,000 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ 40,637 കുട്ടികളും ആക്ച്വലി A+ ഡിസർവ് ചെയ്ത കുട്ടികളാണ്. ഇതിൽ പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്, പ്ലസ് വണ്ണിൽ മാത്സിൽ A+ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് പ്ലസ് ടു ആയ സമയത്ത് മാത്സിൽ A+ നിന്ന് Aയിലേക്ക് താഴ്ന്നു? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഈ ട്രെൻഡാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മാത്സിൽ എന്തുകൊണ്ട് A+ നിന്ന് Aയിലേക്ക് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തവണത്തെ എക്സാം ഒന്നാമത്തെ റീസൺ, എക്സാം അത്യാവശ്യം ടഫായിരുന്നു. അപ്പൊ എക്സാം ടഫ് ആകുന്നത് കൊണ്ട് എന്താ മാത്സിൽ A+ നിന്ന് Aയിലേക്ക് വരാൻ കാരണം? അതാണ് പ്രശ്നം. കഴിഞ്ഞ വർഷത്തെ പ്ലസ് വൺ എക്സാം വളരെ ഈസി ആയിരുന്നു, വളരെ ഈസി. അതായത് ഇത്തവണത്തെ പ്ലസ് ടുക്കാർ എഴുതിയ ഇതിന്റെ മുമ്പുള്ള പ്ലസ് വണ്ണിന്റെ എക്സാം വളരെ ഈസി ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഫുൾ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പ്ലസ് ടുവിൽ എത്തിയ സമയത്ത് അവർക്ക് ഫുൾ മാർക്കോ A+ ഒക്കെ കിട്ടിയ ആൾക്കാർക്ക് ആ ഒരു ലെവൽ, അതായത് ഒരു ആവറേജ് കുട്ടിക്ക് പോലും ഫുൾ മാർക്കോ A+ കിട്ടുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ മാറി, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി. അപ്പോൾ ഒരു ആവറേജിൽ നിന്ന കുട്ടിക്കോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ പഠിച്ചു പോയിട്ട് എന്നാൽ ഭയങ്കരമായുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നാൽ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്കോ എന്ത് കിട്ടിയില്ല, A+ കിട്ടിയില്ല. ഇവരവിടെ തന്നെ നിന്നു. ഒരു കുറച്ച് നല്ല ചോദ്യം വന്നപ്പോൾ ഇവർക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ല, അതായിരുന്നു പ്രശ്നം. അപ്പോൾ ആ കുട്ടികളൊക്കെ Aയിലേക്ക് താന്നു വന്നു. അതേപോലെ തന്നെ Aയിൽ നിന്ന് B+ എത്തിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഇത്രയും കുട്ടികൾ A+ ഡിസേർവ് ചെയ്തിരുന്ന കുട്ടികൾ 40,637 കുട്ടികൾ A+ നിന്ന് A എന്ന് പറയുന്ന ഗ്രേഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് A+ കിട്ടേണ്ട കുട്ടികൾ Aയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ മാറിയിട്ടുണ്ട്, നമ്മുടെ എക്സാമിന്റെ ഒക്കെ സ്ട്രക്ചറുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു വർഷം ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു യഥാർത്ഥ പ്ലാൻ വേണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ വേണം. ആ പ്ലാൻ അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിച്ച് ആദ്യമേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് NCERT ഒക്കെ വായിച്ച് NCERTയിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വർഷം A+ അല്ല ഫുൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ എത്താൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം, ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങാം. അവസാനം കയറി പഠിച്ച് A+ വാങ്ങാമെന്നോ ഫുൾ മാർക്ക് വാങ്ങാമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട, നടക്കില്ല. ലാസ്റ്റ് ബസ്സിൽ കയറിയാൽ A+ ഫുൾ മാർക്കും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. സോ ആദ്യം മുതലേ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സും ഫ്രീ ആയിരിക്കും, ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും ഫൗണ്ടേഷൻ ക്ലാസ്സുകളും ഫ്രീ ആയിരിക്കും. ഓക്കെ, അതായത് ഇനി ഇംപ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ല, പ്ലസ് വൺ റിസൾട്ട് വന്നാൽ ആ ക്ലാസ്സുകൾ ഫ്രീ ആയിരിക്കും. നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 10 അപ്പൊ മറക്കണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ കണക്ട് ചെയ്യുക, 9207998855, അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, ആ ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പൊ കാണാം.